ഈ TV സീരിയലിൽ എത്തിയ ശേഷം പിന്നെ യാഷിന് കിട്ടിയ ഗുണമെന്ന് വെച്ചാൽ യാഷ് നല്ല ഇറഗുലർ ഒരു ഇൻകം വന്നു തുടങ്ങി. അപ്പോൾ അപ്പോഴും മനസ്സിൽ സിനിമ തന്നെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സീരിയൽസിൽ ആ ചെയ്യുന്ന തൊഴിൽ നന്നായിട്ട് ചെയ്യുക എന്ന രീതിയിൽ. പിന്നെ അന്ന് നമുക്കറിയാം സീരിയൽ എന്ന് പറയുമ്പോൾ കൂടുതൽ സാധാരണക്കാർ, വീട്ടമ്മമാർ, അവരുടെയൊക്കെ ഒരു മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ യാഷിനൊന്ന് പറ്റി. അപ്പോൾ ആ സമയത്താണ് യാഷിൻ്റെ പിന്നീട് ഭാര്യയായ രാധിക പണ്ഡിതിനെ പരിചയപ്പെടുന്നത്. അവരും യാഷിൻ്റെ കൂടെ തന്നെ സീരിയൽസിൽ അഭിനയിച്ചതാണ്. ആ സമയത്ത് തന്നെ യാഷിന് സിനിമകളിൽ നിന്ന് കുറേ ഓഫേഴ്സൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് സ്ക്രിപ്റ്റൊക്കെ നോക്കി ആ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച് തൃപ്തി വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പുതുമുഖ നടൻ, അതൊരു സീരിയൽ നടൻ സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് കുറ്റമാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രമായോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അന്ന് പല സംവിധായകർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് ചോദിച്ചതിൻ്റെ പേരിൽ സിനിമകളിൽ നിന്ന് ഔട്ടായിട്ടുണ്ടെന്നൊക്കെ പിന്നീട് യാഷ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് 2007 ആ ഒരു സിനിമ ജംബാഡ ഹുഡൂഗി, അതാണ് ആ ഒരു സിനിമയുടെ പേര്. അതിലൊരു സപ്പോർട്ടിങ് റോളാണ് യാഷ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ നോക്കി നമുക്കിപ്പോൾ KGF ഒന്നും വെച്ച് നമുക്ക് യാഷിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അന്നൊരു വളരെ ഒരു പയ്യൻ തന്നെയാണ് ശരിക്കും. അന്നൊക്കെ ഒരു 22 വയസ്സൊക്കെ പ്രായമുള്ളൂ അന്ന് സിനിമയിലൊക്കെ വരുമ്പോൾ. അങ്ങനെ കൊച്ചു കൊച്ചു വേഷങ്ങൾ, ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് റോളുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 സിനിമയൊക്കെ കഴിഞ്ഞ ശേഷമാണ് റോക്കി എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമയിലാണ് ശരിക്ക് ആദ്യമായിട്ടൊരു നായകൻ്റെ ഒരു വേഷം ചെയ്യുന്നത്. പക്ഷേ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു.